മലയാളം ട്രെൻഡിങ് വൈറൽ കണ്ടന്റുകൾ നിങ്ങളുടെ എത്തിക്കുന്ന മല്ലു സ്പീക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു അനൗൺസ്മെന്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ നായകനാവുന്ന L365 എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ഇന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരിക്കും ഒരു പക്ഷേ ഈ സിനിമയെ കാത്തിരിക്കുക. അതിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഓസ്റ്റിൻ ഡാൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയാൻ വഴിയില്ല. കാരണം ഇദ്ദേഹം ഗാനഗന്ധർവൻ പോലെയുള്ള സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ആട് 2 അതുപോലെ തന്നെ അഞ്ചാം പാതിര തുടങ്ങിയ സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഓസ്റ്റിൻ ഡാൻ തോമസ്. അദ്ദേഹം ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അദ്ദേഹം സംവിധായകനാകുമ്പോൾ നമ്മുടെ ലാലേട്ടൻ 6 വർഷത്തിന് ശേഷമാണ് ഒരു നവാഗത സംവിധായകന് ഡേറ്റ് കൊടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. അവസാനമായി അദ്ദേഹം ഡേറ്റ് കൊടുത്തത് 2019 ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ലാലേട്ടൻ ഒരു നവാഗത സംവിധായകനുമായിട്ട് സഹകരിക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തത് രതീഷ് രവി എന്ന് പറയുന്ന ആളാണ്. നമുക്കറിയാം ഈ വർഷം എമ്പുരാൻ, തുടരും തുടങ്ങിയ സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. ആലപ്പുഴ ജിങ്കാനയ്ക്ക് സ്ക്രിപ്റ്റ് ഒരുക്കിയ രതീഷ് രവി തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും ഒരുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആലപ്പുഴ ജിങ്കാനയ്ക്ക് പുറമെ അടി, ഇഷ്ക് തുടങ്ങിയ സിനിമകളുടെ തിരക്കഥയും ഇദ്ദേഹത്തിന്റെ സംഭാവനയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കോമഡി എന്റർടൈനർ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയാണ്. അതായത് ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം പോലീസുകാരനായി നമ്മുടെ മുന്നിലെത്തുന്നു. അതും ഒരു കോമഡി സിനിമയിലൂടെ മുഴുനീള കോമഡി ആയിട്ടുള്ള അദ്ദേഹം പോലീസായി വേഷമിടുന്ന ഒരു സിനിമ സ്വാഭാവികമായിട്ടും മോഹൻലാൽ ഫാൻസും അതുപോലെ തന്നെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക സിനിമാ പ്രേക്ഷകരും ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ നമ്മളടുത്തെത്തിക്കുന്നത്, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് ഉസ്മാനാണ്. മലയാളത്തിൽ ആശീർവാദം അതുപോലെ മാജിക് ഫ്രെയിംസും കഴിഞ്ഞാൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ കമ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാം. തല്ലുമാല പോലെയുള്ള, അള്ളു രാമചന്ദ്രൻ പോലെയുള്ള, റൊമാൻസ് പോലെയുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഇനി വരുന്ന ഈ മോഹൻലാലിനെ നായകനാക്കിയുള്ള സിനിമ. എന്തായാലും 2026 ഓണത്തിന് തിയേറ്ററിൽ എത്തിക്കാൻ തക്ക രീതിയിലാണ് ഇപ്പോൾ ആ സിനിമയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലാലേട്ടൻ ഈ വർഷം ഒക്ടോബറോട് കൂടി തന്നെ ആ സിനിമയിൽ ജോയിൻ ചെയ്യും. വളരെ ലാലേട്ടൻ എപ്പോഴും ഒരു പുതിയ ആൾക്കാരോട് കൂടി ഒന്നിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. തുടരുമെന്ന സിനിമയുടെ മഹാവിജയത്തിന് ശേഷം അദ്ദേഹം വളരെ സമയമെടുത്ത് സ്ക്രിപ്റ്റ് എല്ലാം കേട്ടതിന് ശേഷമാണ് സിനിമകൾ ചൂസ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നാളത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരുപാട് ഡിസ്കഷൻസ് എല്ലാം നടത്തിയതിനു ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന, ഒട്ടും ആഘോഷവും ആരവവും ഇല്ലാതെ വന്ന ഈ സിനിമ മലയാള സിനിമാ മേഖലയുടെ തന്നെ തലവര മാറ്റാൻ കെൽപ്പുള്ള ഒരു സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വൈറൽ കണ്ടന്റുകൾക്കുമായി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.